അതുകൊണ്ടാണ് സുവിശേഷത്തിന് നല്ല വാർത്ത എന്ന് അർത്ഥം കൽപ്പിച്ചിരിക്കുന്നത്. അതേ പ്രിയപ്പെട്ടവരെ, സുവിശേഷം നല്ല വാർത്തയാണ്. എന്തിനെ പറ്റിയുള്ള നല്ല വാർത്തയാണ്? ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന നസ്രയനായ യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, അതാകുന്നു സുവിശേഷം എന്ന് ബൈബിൾ സുവിശേഷത്തെ വിശദീകരിക്കുകയാണ്. അതേ പ്രിയപ്പെട്ടവരെ, യേശുവിന്റെ ജനനമാണ് സുവിശേഷം, യേശുവിന്റെ ജീവിതമാണ് സുവിശേഷം, യേശുവിന്റെ മരണമാണ് സുവിശേഷം, യേശുവിന്റെ മരണ പുനരുത്ഥാനമാണ് സുവിശേഷം. മാനവജാതിയുടെ പാപപരിഹാരത്തിന് വേണ്ടി സ്വർലോക മഹിമകളെ വിടിഞ്ഞ് മനുഷ്യനെ അഭിമുഖീകരിക്കുന്ന സകല തിന്മ പ്രവർത്തികളിൽ നിന്ന് മനുഷ്യനെ ഉദ്ധരിപ്പാൻ ഒരു രക്ഷകൻ ഉദയം ചെയ്തുവെന്നും മനുഷ്യന്റെ പാപത്തെ ഏറ്റെടുത്തുകൊണ്ട് മനുഷ്യന് വേണ്ടി മരിച്ചുവെന്നും പാപത്തെയും ശാപത്തെയും മരണത്തെയും എന്നേക്കും പരാജയപ്പെടുത്തിക്കൊണ്ട് യേശു അതിന്മേൽ ആത്യന്തികമായ ജയമെടുത്തുവെന്നും തന്നിൽ വിശ്വസിക്കുന്നവർക്ക് പാപത്തിൽ നിന്നും ശാപത്തിൽ നിന്നും പാപത്തിന്റെ പരിണിത ഫലങ്ങളായ സകല തിന്മ പ്രവർത്തികളിൽ നിന്നും മനുഷ്യന് ഉദ്ധാരണം നൽകുന്നു എന്നുള്ള ശ്രേഷ്ഠമായ അനുഗ്രഹിക്കപ്പെട്ട സന്ദേശമാണ് സുവിശേഷം എന്ന്